പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആദിമ മനുഷ്യരുടെ സവിശേഷതകളും വിഭാഗങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് സസ്തനികളിൽ ഒരു വിഭാഗം, ഏതാണ്? നമ്മുടെ പ്രൈമേറ്റുകളാണ്. ഒന്നാമത്തത് പ്രൈമേറ്റുകൾ. രണ്ടാമത്തെ ഇരുകാലിൽ നടത്തം. രണ്ടാമത്തത് ഹോമിനിഡുകൾ. മൂന്നാമത്തെ ഉപകരണ നിർമ്മാതാക്കൾ ഹോമോ ഹാബിലസ്. ബുദ്ധിയുള്ള മനുഷ്യർ നാലാമത്തെ ഹോമോ സാപ്പിയൻസ്. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച വ്യക്തി ആരാണെന്നാണ്? ചാൾസ് ഡാർവിൻ. ആരാണ്? ചാൾസ് ഡാർവിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് നദീതീരങ്ങളിലാണ്. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചന നദി ഏതാണ്? നൈൽ നദിയാണ്. മെസോപ്പൊട്ടോമിയനെ കുറിച്ച് നൈൽ നദിയിലാണ്. പിന്നെ നൈൽ നദിയല്ല, മെസോപ്പൊട്ടോമിയൻ ഏതാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് ആണ് കേട്ടോ. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരങ്ങളാണ്. ലിബി എന്ന് പറയുന്നത് ഏത് ലിപിയാണ്? ക്യൂണിഫോം ലിപിയാണ്. അടുത്തത് പിന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? വ്യത്യസ്ത സംസ്കാരങ്ങൾ സുമേറിയൻ, ബാബിലോണിയൻ, പിന്നെ ഏതാണ്? അസീറിയൻ, പിന്നെ കാൽഡിയൻ. സംസ്കാരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സംഭാവനകൾ എന്തൊക്കെയാണ്? എന്താണ്? ചാന്ദ്ര പഞ്ചാംഗം അല്ലെ? ചാന്ദ്ര പഞ്ചാംഗം. പിന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പിന്നെ ഹരണവും ഗുണനവും പിന്നെ എന്തൊക്കെയാണ്? ഇതൊക്കെ എന്താണ്? പിന്നെ ഡുൻകിയുടെ കാലഘട്ടത്തിലെ നിയമങ്ങൾ, ഹമ്മുറാബിയുടെ നിയമസംഹിത, ഇതൊക്കെ വിശദീകരിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. പ്രസ്താവന ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ചരിത്ര സ്മാരകങ്ങൾ പഴയ കാലത്തെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്നവയാണ്. അതുകൊണ്ട് അവ സംരക്ഷിക്കപ്പെടണം. ഇത് കാരണവും കാര്യവും ശരി തന്നെയാണ്. അപ്പൊ പ്രസ്താവന ഒന്നാണ്. പ്രസ്താവനയും കാരണവും ശരി. ഒന്നാമത്തെ തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൈലിന്റെ ദാനം എന്നാണ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. ഈജിപ്ഷ്യൻ സംസ്കാരം നമ്മൾ ഇവിടെ പറഞ്ഞത് ഏതായിരുന്നു? മെസോപ്പൊട്ടോമിയൻ ആയിരുന്നു. നദി ഏതാണ്? നൈൽ നദിയാണ്. പിന്നെ ശാസ്ത്ര നേട്ടങ്ങൾ എന്താണ്? സങ്കലനവും വ്യവകലനവും പിന്നെ സൗരപഞ്ചാംഗം. ഇതൊക്കെയാണ് ശാസ്ത്ര നേട്ടങ്ങൾ. ജീവിത രീതി എന്ന് പറയുന്നത് കൃഷി, ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, പിന്നെ ചണം, പരുത്തി മുതലായവയൊക്കെ കൃഷി ചെയ്തിരുന്നു. പിന്നെ ഇവരുടെ ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് എന്താണ് വിശദമാക്കി എഴുതുക. ഹൈറോഗ്ലിഫിക്സ്. ഇനി ബി ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്നതിൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധമില്ലാത്ത പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പദമാണ് ഇല്ലാത്തത്? ഫറോവ, പിരമിഡ്, മമ്മി, സിഗുറാത്തുകൾ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിഗുറാത്തുകളാണ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധമില്ലാത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു ആദ്യകാല സാമ്രാജ്യങ്ങൾ. അപ്പോ നൽകിയിരിക്കുന്ന പട്ടിക ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗ്രീസ് ഏതാണ്? പോളിസ്. രണ്ടാമത്തത് പേർഷ്യൻ ഭരണ സംവിധാനം ഏതാണ്? രണ്ടാമത്തത് സത്രപി.
മൂന്നാമത്തെ ഡി റോമൻ ചക്രവർത്തിയുടെ ഡി പ്രിൻസിപ്പേറ്റ്. നാലാമത്തെ ഇന്ത്യ ഏതാണ് മഹാജനപദങ്ങൾ. അപ്പൊ ഓപ്ഷൻ എങ്ങനെ വരും? 1 ബി, 2 എ, 3 ഡി, 4 സി. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1 ബി, 2 എ, 3 ഡി, 4 സി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഇനി ബി, നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്നും ജൈനമതം ബുദ്ധമതം എന്നിവയുടെ സവിശേഷതകൾ കണ്ടെത്തി പൂർത്തിയാക്കുക. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക, ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക. ഇതില് ജൈനമതത്തിൽ ഏതൊക്കെയാ വരുന്നത്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അതാണ് എന്ത്? ജൈനമതം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. പിന്നെ എന്താണ്? ത്രിരത്നങ്ങൾ അനുഷ്ഠിക്കുക. ഇതും ജൈനമതത്തിലാണ്. ബാക്കി രണ്ടും എന്താണ്? ബുദ്ധമതമാണ്. സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ഇത് രണ്ടും ബുദ്ധമതത്തിലെയാണ്. ഇത് രണ്ടും ബുദ്ധമതം. സത്യസന്ധത ബുദ്ധമതം. ഇനി ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമധ്യരേഖ 0 ഡിഗ്രി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്. രണ്ടാമത്തെ ദക്ഷിണായന രേഖ. പിന്നെ മൂന്നാമത്തെ ആർട്ടിക് വൃത്തം 66.5 ഡിഗ്രി വടക്ക്. പിന്നെ 4 ആർട്ടിക് വൃത്തം. നാലാമത്തത് എന്താണ്? അന്റാർട്ടിക് വൃത്തം. ഇനി ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന ഭൂമിയുടെ ആകൃതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ജിയോയിഡ്. എന്താണ്? ജിയോയിഡ്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ്. എന്തൊക്കെയാണ് സവിശേഷതകൾ എന്ന് പറയുന്നത്? ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരനുള്ള എല്ലാ പുരുഷന്മാർക്കും അവകാശമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു. ശക്തമായ കപ്പൽ പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി. 1 സ്ത്രീകൾ, അടിമകൾ, വിദേശികൾക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പിന്നെ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കാൻ നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള പുരുഷന്മാർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. കലാ, സംസ്കാരം എന്നിവർക്ക് പ്രാധാന്യം നൽകി. ആൺകുട്ടികൾ 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ചെയ്യണമായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക ആർമിയും ഉണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഉത്തരം. ബി ക്വസ്റ്റ്യൻ. ഗ്രീക്ക് തത്വചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടലിനെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്ലേറ്റോ അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. 2 പ്ലേറ്റോയുടെ പ്രധാന കൃതിയാണ് പൊളിറ്റിക്സ്. മൂന്നാമത്തെ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇതിൽ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ. BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ എന്താണ് പ്രബല ശക്തിയായിരുന്നു മഗധ. ഒരു മഹാജനപദം എന്ന നിലയിൽ മഗധയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? 1 ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു. ശക്തരായ ഭരണാധികാരികളും ശക്തരായ സൈന്യവും ഉണ്ടായിരുന്നു. പിന്നെ ഇരുമ്പ് അയിരിന്റെ സാന്നിധ്യം. പിന്നെ ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത, അതായത് ഫെർട്ടൈൽ സോയിൽ ആയിരുന്നു. പിന്നെ കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി, അഗ്രികൾച്ചറിലും വാണിജ്യ രംഗത്തും ഉണ്ടായ വ്യവസായ മേഖലകളിലൊക്കെ ഉണ്ടായ പുരോഗതി എന്ന് പറയുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും ശരിയാണോ? പ്രസ്താവന. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ പ്രധാന ഘടകം ചില നദികളുടെ സാമീപ്യമാണ്. കാരണം ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യമാണ് വളർച്ചയ്ക്ക് കാരണം. ഇതില് പ്രസ്താവനയും കാരണവും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് വലിയ പങ്കാണ് വഹിക്കുന്നത്. എ ക്വസ്റ്റ്യൻ. ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഗവൺമെന്റ്? 1 രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നു.
രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നു. 2 ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ജനങ്ങളെയും വിഭവങ്ങളെയും ഏകോപിപ്പിക്കുന്നു. മൂന്നാമത്തത് രാഷ്ട്രത്തിൽ എന്താണ് ക്രമസമാധാനം, നിയമവാഴ്ച എന്നിവ നടപ്പിലാക്കുന്നു. നാലാമത്തെ റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നു. രാജ്യത്തിന് വേണ്ടി ചുമതലകൾ നിർവഹിക്കുന്നു. രാഷ്ട്രത്തിന്റെ പരമാധികാരവും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നു, ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ജനങ്ങളെയും വിഭവങ്ങളെയും ഏകോപിപ്പിക്കുന്നു, പിന്നെന്താണ് രാഷ്ട്രത്തിൽ ക്രമസമാധാനം, നിയമവാഴ്ച എന്നിവ നടപ്പിലാക്കുന്നു, റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നു, പിന്നെ രാജ്യത്തിന് വേണ്ടി ചുമതലകൾ നിർവഹിക്കുന്നു, രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നു. ഇതിൽ 4 പോയിന്റ് എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്നതിൽ രാഷ്ട്രത്തിന്റെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കണം. ജനസംഖ്യ, ഭൂപ്രദേശം, ഏകാധിപത്യം, പരമാധികാരം. ഏതാണ് രാഷ്ട്ര ഘടകങ്ങളിൽ പെടാത്തത്? ഏകാധിപത്യമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.